ഹായ് ഗൈസ്, അധികമാരും കാണാനിടയില്ലാത്ത രാത്രിയിൽ വിരിഞ്ഞു വരുന്ന ഡ്രാഗൺ പൂവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഏത് തരം ഡ്രാഗൺ ഫ്രൂട്ടാണെന്നോ ഏത് കളറാണെന്നോ ഒന്നും അറിയാതെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നും അവർ നട്ടുണ്ടാക്കാൻ വെച്ചിരുന്ന സ്റ്റെം കവർ 3.5 വർഷം മുമ്പ് കൊണ്ടുവന്ന് നട്ടതായിരുന്നു. അത് പല പ്രാവശ്യം വെട്ടാനിരുന്നതാണ്. 2-3 ദിവസം ഔട്ടിങ്ങിന് പോയി വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ണിന് വളരെയധികം കുളിർമയേകുന്നതായിരുന്നു. പലയിടങ്ങളിലായി 6 മൊട്ടുകൾ. 2-3 ദിവസം കഴിഞ്ഞതും അതിൽ 5 മൊട്ടുകളും ഉണങ്ങിക്കൊഴിഞ്ഞുപോയി. 1 മാത്രം ബാക്കി നിന്നു. ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് വളർന്നു. പലരും പറഞ്ഞു കേട്ടു, രാത്രിയിലാണ് ഡ്രാഗൺ പൂവ് വിരിഞ്ഞു വരുന്നതെന്ന്. കാത്തിരുന്നു 12 ദിവസം മാത്രം. അന്നത് വിരിയുന്ന ദിവസമായിരുന്നു. വൈകുന്നേരം മുതൽ നോക്കിയിരുന്നു. സന്ധ്യാസമയം 6 മണി കഴിഞ്ഞപ്പോൾ വിരിഞ്ഞു തുടങ്ങി. അന്ന് എന്തോ ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടു. രാത്രി 9:30 കഴിഞ്ഞതും പൂർണ്ണമായി വിരിഞ്ഞതായി കണ്ടു. ഒരു പൂ മാത്രമായതുകൊണ്ടും തേനീച്ചയോ പ്രാണികളോ വരുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടും ഹാൻഡ് പോളിനേഷൻ ചെയ്യാമെന്ന് കരുതി. വളരെയധികം നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു മുഴുവൻ ദിവസത്തെ ആയുസ് പോലും ആ പൂവിനുണ്ടായില്ല. അതിരാവിലെ വന്നു നോക്കിയപ്പോൾ 2-3 പ്രാണികളുണ്ട്. അതും കഴിഞ്ഞ് ഒരു 10 മണി ആയപ്പോഴേക്ക് പൂവ് കൂമ്പി വരുന്നതായി കണ്ടു. പിന്നീട് മഴ വരുന്നത് കണ്ട് ഒരു കവറിനകത്താക്കി. ഡ്രാഗൺ വിരിയുന്ന കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.